റഹ്മാനിർ റഹീം ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ വറളൂ ബിൽ ഹയാത്തിദ് ദുനിയാ വത്മഅന്നു ബിഹാ വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കാരണം വ്യക്തവും കൃത്യവുമായ ഒരു മാർഗനിർദ്ദേശം അവരുടെ മുമ്പിലുണ്ട്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യരുത്, എന്ത് പറയരുത്, എന്താണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യത ഉണ്ടാവുക എന്നത് മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമെന്ന് സ്വയം പരിചയപ്പെടുത്തിയ, ഫീഹി ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശിഫയുണ്ട്, വിശുദ്ധ ഖുർആൻ ശിഫയാകുന്നു എന്ന് പഠിപ്പിച്ച ആ ഗ്രന്ഥത്തിൽ 4 കാര്യങ്ങൾ ഞാനും നിങ്ങളും ശ്രദ്ധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 10-ാം അധ്യായമായ സൂറത്ത് യൂനുസിലെ 7-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. ആ 4 കാര്യങ്ങളുടെ പരിസമാപ്തി നരകമായിരിക്കും, ജീവിതത്തിൻ്റെ പരാജയമായിരിക്കുമെന്ന് 8-ാം ആയത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. എന്താണത്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, ഒന്നാമത്തെ തകരാറ്, എന്നിലും നിങ്ങളിലും ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയം, ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ, നമ്മെ അഥവാ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാത്തവരും. അപ്പോൾ ജീവിതം പരാജയപ്പെട്ടു പോകുന്ന ആളുകളുടെ ഒന്നാമത്തെ ചാർജ് ഷീറ്റായി, കുറ്റപത്രമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് അവർക്കൊരു ബോധമുണ്ടാവില്ല. എന്താണ് ആ ബോധം? ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടേണ്ടി വരും. ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബ എന്നാണ് സൂറത്ത് നബഇൽ, അമ്മ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർ വിചാരണയെ പ്രതീക്ഷിച്ചില്ല, ഒരു വിചാരണയെ നേരിടേണ്ടി വരും എന്ന് അവർ ചിന്തിച്ചതേ ഇല്ല, അവർ തയ്യാറെടുത്തതേ ഇല്ല. അപ്പോൾ സഹോദരി സഹോദരന്മാരെ, ഇതിൻ്റെ നേർ വിപരീതം എന്താണ്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിത വിജയം നേടാൻ നമ്മളിൽ ഉണ്ടാകേണ്ട പ്രത്യേകത എന്താണ്? ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന എന്നതിൽ ലാ ഒഴിവാക്കണം. അവർ വിചാരണയെ പ്രതീക്ഷിച്ചില്ല, തിരിച്ച് അവർ വിചാരണ ഉണ്ടാകും, റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും എന്നവർ ഉറപ്പിച്ചു. അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. ആ അവസ്ഥയിലെത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരാണ് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും, മരണാനന്തരം ഒരു ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞതാരാ? നമ്മൾ ആരുമല്ല, ഈ ലോകത്തുള്ള ഒരു സൃഷ്ടിയുമല്ല. സ്രഷ്ടാവായ, എന്നെന്നും ഉള്ളവനായ, അൽ ഹയ്യും അൽ ഖയ്യൂമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല, വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനായ റബ്ബ് സുബ്ഹാനഹു വ തആല, ശുദ്ധശൂന്യതയിൽ നിന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, അവനാണ് പറയുന്നത് രണ്ടാമതൊരു ജീവിതം ഉണ്ടാകും. ആ ജീവിതം എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടാനുള്ള മാർഗം എന്താ? അങ്ങനെ ഒരു ബോധ്യം എനിക്ക് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് വ്യക്തമായ മാർഗമുണ്ട്. വിജയിക്കുവാൻ ആഹ്വാനം ചെയ്യുക മാത്രമല്ല റബ്ബ് ചെയ്തത്, ആ വിജയിക്കാനുള്ള മാർഗത്തെ നമുക്ക് കാണിച്ചു തരികയും ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവനോട് ചോദിക്കുകയാണ്, കൈഫ തുഹീൽ മൗത, പടച്ചോനെ ഈ മരിച്ചോലെ എങ്ങനെയാ ജീവിപ്പിക്കുക? അപ്പൊ പടച്ചോന്റെ ചോദ്യം ഖുർആനിൽ തന്നെ കാണാം. ഇബ്രാഹിം അവലം തുഅ്മിൻ, എനിക്ക് ഈമാനില്ലേ? നിനക്ക് ഈമാനില്ലേ? ഇബ്രാഹിം നബി ബല, ഒരു സംശയമില്ല, എനിക്കൊരു ഈമാനുണ്ട്. വലാകില്ലിയത്തുമഇന്ന ഖൽബി, അല്ല ഒരു ഉറപ്പ് കിട്ടാനാ പടച്ചോനെ. ഞാനൊരു 10-16 വയസ്സ് മുതൽ ഓടുകയാണ് നിന്റെ മാർഗത്തിൽ, എല്ലാം ത്യജിച്ച് ഉറപ്പായി പരലോകമുണ്ട് എന്ന ഉറപ്പ് തന്നെ ഞാൻ ഓടുന്നത്. പക്ഷെ എൻ്റെ കൽബിനൊരു ഉറപ്പ് കിട്ടാനാ മരിച്ച ജീവിതം ഉണ്ടാകുന്നു. അന്ന് ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു പക്ഷികളെ പിടിക്കാൻ, അതിനെ കഷ്ണം കഷ്ണമാക്കി മാറ്റാൻ.
എന്നിട്ട് പർവ്വതത്തിന്റെ വ്യത്യസ്ത സ്ഥലത്ത് വെക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് തിരിച്ചു വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ മുഴുവൻ പറന്നു വന്നു. ആ പറന്നു വന്ന രംഗം കാണുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉറപ്പായി, ഞാൻ കൊന്നു കഷ്ണം കഷ്ണമാക്കി മാറ്റിയ ആ പക്ഷികളെ വീണ്ടും റബ്ബെനിക്ക് ജീവിപ്പിച്ച് കാണിച്ചു തന്നു എങ്കിൽ ഞാൻ മരണപ്പെട്ട് എല്ലുകൾ നുരുമ്പിപ്പോയതിനു ശേഷം റബ്ബെന്നെ എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന ഉറപ്പായി. ആ ഉറപ്പ് അക്കാലഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്ത്, മനുഷ്യനെ, സൃഷ്ടികളെ അശക്തമാക്കുന്ന ആ കഴിവുകൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അത് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് എത്തിയപ്പോൾ വടി നിലത്തിട്ട് പാമ്പാകുന്ന അന്ന് മാജിക്കിന്റെ കാലമായിരുന്നു. ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള തെളിവായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ള വടി നിലത്തിട്ടു, ശത്രുക്കൾ അവരുടെ കയ്യിലുള്ള വടിയും നിലത്തിട്ടു. അന്നത്തെ കാലത്തെ ഇന്ത്യയിൽ നിന്ന് പോലും ഫറോവയുടെ സമ്മാനം കിട്ടാൻ, ഉന്നതമായ പദവികൾ കിട്ടാൻ ഇവിടുന്ന് പോലും ഫറോവക്ക് വേണ്ടി മജീഷ്യന്മാർ പോയിരുന്നു എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാവരും അവരുടെ കൈകളിലുള്ള വടികളും കയറുകളും ആ മന്ത്രിസഭാംഗങ്ങളും ജനങ്ങളും ഫറോവയടക്കം ഉള്ള ആ മത്സരക്കളത്തിലേക്ക് അവരെല്ലാവരും വടികളും കയറുകളും ഇട്ടു. അത്ഭുതം അതൊക്കെ പാമ്പുകളായി ഇഴയാൻ തുടങ്ങി. ഈ അത്ഭുതം ആരും കാണുകയാണ്? മൂസാ നബി അലൈഹി ഇസ്ലാമും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമും കാണുകയാണ്. പക്ഷേ അവർ വന്നത് റബ്ബ് പറഞ്ഞിട്ടാ. റബ്ബ് പറഞ്ഞു, മൂസ നിന്റെ കയ്യിലുള്ള വടി നിലത്തേക്കിടൂ. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമും വടി നിലത്തേക്കിട്ടു. അതും പാമ്പായി. നാടൻ ഭാഷയിൽ, സ്പോർട്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കളി ഡ്രോ ആയി. അവരുടെ വടികളും കയറുകളും പാമ്പുകളായി, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടിയും പാമ്പായി. പക്ഷെ അവിടെ ഒരു മഹാത്ഭുതം സംഭവിച്ചു. ആ അത്ഭുതം എന്തായിരുന്നു? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ വടി പാമ്പായി എന്ന് മാത്രമല്ല, അത് മജീഷ്യന്മാരിട്ട ആ എല്ലാ പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു. എല്ലാ പാമ്പുകളെയും വിഴുങ്ങിക്കളഞ്ഞു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എത്ര അത്ഭുതമുണ്ട് എങ്കിൽ അത് കണ്ടവരുടെ അത്ഭുതം എത്രയായിരിക്കും? ആ അത്ഭുതത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പരാജയപ്പെടുത്തി ഫറോവയുടെ സമ്മാനങ്ങളും പദവികളും വാങ്ങാൻ വന്ന മജീഷ്യന്മാരാണ് ഏറ്റവും അത്ഭുതം. കാരണം അവർക്കറിയാം, മാജിക് കൊണ്ടുണ്ടാക്കുന്ന ഒരു പാമ്പിന് ഒരു കാരണവശാലും മറ്റ് പാമ്പുകളെ വിഴുങ്ങാൻ സാധ്യമല്ല. അവിടെ വെച്ച് അവർ പ്രഖ്യാപിക്കുന്നു, ആമന്നാ ബി റബ്ബിൽ ആലമീൻ റബ്ബി മൂസാ വ ഹാറൂൻ. ലോകങ്ങളുടെ സൃഷ്ടാവായ റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ തള്ളിക്കളഞ്ഞ, ഞങ്ങൾ നിസ്സാരന്മാരാക്കിയ ഈ രണ്ട് പ്രവാചകന്മാരിലും ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആ റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പൊ അവര് മുസ്ലിമായി, ഇസ്ലാമിനെ തകർക്കാൻ വന്നവരാ. എന്തുകൊണ്ട്? ആ തെളിവ് കണ്ടു. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വഉഹിയിൽ മൗതാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു. ഖുർആൻ പറയുന്നു, മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു. ഈസാ നബി വിചാരിക്കുമ്പോ ഒക്കെ കഴിയോ? ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകുന്ന സമയത്ത് മാത്രം. എന്താ? മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്ന കഴിവുള്ള ആളല്ല ഈസാ നബി അലൈഹി ഇസ്ലാം. ഒരു മരിച്ചോലെയും ജീവിപ്പിക്കാൻ സാധ്യല്ല. ഇപ്പൊ ഒരാൾ മരിക്കുമ്പോ ഈസാ നബിയെ കാക്കയെന്ന് വിളിക്കാനും പറ്റില്ല. മറിച്ച് ചുറ്റുമുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഇത് വെറും ഈസയല്ല, ഈസാ റസൂലുള്ളയാണ്, റബ്ബ് അയച്ച പ്രവാചകനാ. റബ്ബ് അനുമതി കൊടുത്താൽ മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ വരെ കഴിയും. ശരി സഹോദരങ്ങളെ, ആ ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. ഇന്ന് മരണപ്പെട്ടവര് ജീവിപ്പിക്കാൻ പടച്ചോന് കഴിയും. നരകമുണ്ട്, സ്വർഗമുണ്ട്. റസൂലുള്ള പടച്ചോന്റെ പ്രവാചകനാണ്. ഇസ്ലാം സത്യമതമാണ്. എന്താണ് തെളിവ്? അതിന് റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത തെളിവ്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലി. നമ്മുടെ അടിമക്ക് അഥവാ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാം കൊടുത്തതിൽ നിങ്ങൾക്ക് വല്ല സംശയമുണ്ടെങ്കിൽ അതുപോലൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്നാണ്. അപ്പോൾ ആ വടി നിലത്തിട്ടപ്പോൾ പാമ്പായതിന് സമം, മരണപ്പെട്ടവരെ ജീവിപ്പിച്ചതിന് സമം, പക്ഷികളെ വീണ്ടും തിരിച്ചു വിളിച്ചപ്പോൾ വീണ്ടും പക്ഷിയായതിന് സമം. ഖിയാമത്ത് നാൾ വരെയുള്ള ഏതു മനുഷ്യനും ഇസ്ലാമാണ് സത്യം. നരകമുണ്ട്, സ്വർഗമുണ്ട്, ഖബറുണ്ട്. ഇതിനുള്ള തെളിവെന്താണ്? വിശുദ്ധ ഖുർആൻ. അപ്പോൾ എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ, ഒരുറപ്പ് കിട്ടാൻ എന്ന് പറഞ്ഞില്ലേ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിക്കോളൂ, അതൊന്ന് പഠിച്ചോളൂ. അത്ഭുതപ്പെടും നമ്മൾ. വടി നിലത്തിടുമ്പോൾ സർപ്പമായി പണം പിരിച്ച് നിൽക്കുന്ന ആ അത്ഭുതം വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅനാ,
നമ്മെ കണ്ടുമുട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല എന്ന മഹാ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മെ കണ്ടുമുട്ടുമെന്ന് അവർ തീർച്ചയായും പ്രതീക്ഷിച്ചു എന്ന അവസ്ഥയിലേക്ക് എത്താൻ, മരണാനന്തര ജീവിതത്തെ നമുക്ക് തന്നെ ബോധ്യപ്പെടാൻ വിശുദ്ധ ഖുർആനും ആയുള്ള പഠനം, പാരായണം മാത്രമല്ല, ആ വിശുദ്ധ ഖുർആനിൽ റബ്ബ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ, മനസ്സിലാക്കിയാൽ നമുക്ക് ആ കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം നമ്മുടെ വിരലടയാളത്തെ കുറിച്ച്, ഇന്ന് വിരലടയാളമാണ് ഏറ്റവും വലിയ തെളിവ്, ഖുർആൻ ആ കാര്യം പറഞ്ഞു. തേനീച്ചയെ കുറിച്ച് 16-ാം അധ്യായത്തിൽ പറഞ്ഞെടുത്തു മുഴുവൻ സ്ത്രീലിംഗം പദപ്രയോഗം. എന്തേ? ഇന്ന് നമ്മൾ തന്നെ സോളജിയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. തേനീച്ചയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പെൺതേനീച്ചകളാണ് ചെയ്യുന്നത്. അക്ഷരാഭ്യാസമില്ലാത്ത മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അത് പറയാൻ സാധ്യമല്ല. അത് വഹയി തന്നെ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ നമ്മൾ വിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങണം. അതിന്റെ അർത്ഥം പഠിക്കണം, അതിന്റെ ആശയം പഠിക്കണം. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച, വിശുദ്ധ ഖുർആന്റെ തഫ്സീർ എഴുതിയ ലോകത്തുള്ള മഹാപണ്ഡിതന്മാർ ഓരോ ദിവസവും 3-4 മണിക്കൂർ ഖുർആൻ പഠിക്കുന്നു. എന്താ അവർക്ക് പഠിക്കാനുള്ളത്? എന്താ അവർക്ക് പഠിക്കാനുള്ളത്? പഠിച്ചാൽ തീരാത്തതാണ്. കാരണം ഖൈറുൽ കലാമി കലാമുല്ലാഹ്, കലാമുകളിൽ വെച്ച് ഏറ്റവും നല്ല കലാം അള്ളാഹുവിന്റെ സംസാരം, അതാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ ഒന്നാമത്തെ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, പടച്ചോനെ കണ്ടുമുട്ടും എന്നവർ പ്രതീക്ഷിച്ചില്ല എന്നത് മാറ്റിയിട്ട് പടച്ചോനെ കണ്ടുമുട്ടും എന്നവർ പ്രതീക്ഷിക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കേവലം ബുദ്ധിയും യുക്തിയും ഒന്നുമല്ല, മറിച്ച് എല്ലാവർക്കും ബുദ്ധിയും യുക്തിയും ഒക്കെ നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമിൽ അതിലേക്ക് നാം മടങ്ങണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കുഴപ്പം, ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ, പടച്ചോനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം, അവർ ദുന്യവിയായ ജീവിതം കൊണ്ട് തൃപ്തിപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ഇനിയിപ്പോ ഒരു കാറോട് വാങ്ങിയാൽ സമാധാനായി, ഒരു മോനൊരു ജോലിയോട് കിട്ടിയാൽ സമാധാനായി. ഇങ്ങനെ ദുന്യാവിൽ എന്തൊക്കെ പൂർത്തിയാകാനുള്ളത് അതൊക്കെ പൂർത്തിയായി ഭയങ്കര സംതൃപ്തിയായി, സമാധാനായി. ഇങ്ങനെ ദുനിയാവിൽ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുക, അതാണ് രണ്ടാമത്തെ തകരാറ്. അപ്പോ ഇഹലോക ജീവിതം കൊണ്ട് തൃപ്തിപ്പെടാൻ സാധ്യമല്ല ഒരു വിശ്വാസിക്ക്. കാരണം ഇവിടെ പൂർണ്ണ സംതൃപ്തിയില്ല. ഏത് കാര്യത്തിലാ സഹോദരന്മാരെ ഇവിടെ പൂർണ്ണ സംതൃപ്തിയുള്ളത്? ഏറ്റവും വലിയ അധികാരമുള്ളവരുടെ മാനസികാവസ്ഥ എന്താ? ഏറ്റവും വലിയ പണമുള്ളവരുടെ മാനസികാവസ്ഥ എന്താ? ലോക പോലീസ് ചമയുന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ മാനസികാവസ്ഥ എന്താ? ഇന്ത്യ ഗവൺമെന്റിനെ നയിക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താ? ഓരോരുത്തരുടെയും അവസ്ഥ എന്താ? പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നീറിപ്പകയുന്ന അവസ്ഥയാണ് ഭരണാധികാരികൾക്ക് പോലും ഉള്ളത് എങ്കിൽ പണമുള്ളവർക്ക് സമാധാനമുണ്ടോ ഇവിടെ? അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. അവരുടെ വിഷമം കേട്ടാൽ തോന്നും നമ്മളാ കൂടുതൽ സമാധാനമുള്ളവരെന്ന്. അതുകൊണ്ട് ഇവിടെ സമാധാനവും ശാന്തിയുമില്ല. എന്നാൽ പരലോക വിശ്വാസമില്ലാത്ത, പടച്ചവനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഈ ജീവിതം കൊണ്ട് അവർ തൃപ്തിയായി. ഉച്ചക്ക് നല്ലൊരു ബിരിയാണിയും ഇഷ്ടപ്പെട്ട വിഭവം കിട്ടിയാൽ അവർ സംതൃപ്തരായി. വിശ്വാസികൾ അങ്ങനെ സംതൃപ്തരാവില്ല. കാരണം ഈ ലോകത്ത് പൂർണ്ണ സമാധാനവും സംതൃപ്തിയും അവർക്കില്ല. ഈ രണ്ടാമത്തെ തകരാറിനൊപ്പം അല്ലാഹു ചേർത്ത് പറയുന്നു, അതോടൊപ്പം തന്നെ അതിൽ അവർ സമാധാനമടയുകയും ചെയ്യും. ദുന്യവിയായ വിഭവങ്ങൾ കിട്ടിയാൽ പിന്നെ അവരിത് കഴിഞ്ഞു, ഇനി ഒന്ന് കിടന്നുറങ്ങട്ടെ, എല്ലാം ആയി, ആശ്വാസമായി എന്ന അവസ്ഥയിൽ ദുനിയാവിലെ വിഭവങ്ങൾ കൊണ്ട് അവർ സമാധാനമടയും. നാലാമത്തെ തകരാറ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീനഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ തെളിവുകളെ പറ്റി അവർ അശ്രദ്ധരായിരിക്കുകയും ചെയ്യും. നാലാമത്തെ പോയിന്റിൽ ബാക്കി 3 പരിഹരിക്കാനുള്ള മെസ്സേജ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തെളിവുകളെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നടന്നാൽ മതിയോ? മനുഷ്യന് ശേഷം ജീവിതമൊക്കെ അല്ലേ എന്നൊക്കെ അവർ അശ്രദ്ധയായി കളയും. അതിനെക്കുറിച്ച് കേൾക്കന്നെ വേണ്ട. അല്ല, ഇല്ലാത്ത അവസ്ഥയിൽ നിന്നല്ലേ പടച്ചോൻ നമ്മളെ സൃഷ്ടിച്ചത്, വീണ്ടും സൃഷ്ടിക്കാൻ വല്ല പണിയും പടച്ചോനുണ്ടോ എന്ന് അവരോട് ചോദിക്കുമ്പോൾ, തെളിവുകൾ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിലേക്ക് അവർ മനസ്സേ കൊടുക്കില്ല, ശ്രദ്ധിക്കുകയേ ചെയ്യില്ല. ഇതാണ് അവരുടെ സ്വഭാവം. സഹോദരന്മാരെ, ഈ 4 തകരാറുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. അത് വന്നാൽ ഇവിടെയും അസമാധാനമാണ്, ദുനിയാവിലും അസമാധാനമാണ്, പരലോകത്തും അസമാധാനമാണ്. അതിൻ്റെ പരിണിത ഫലം
8-ാമത്തെ സൂറത്ത് യൂനുസിലെ തന്നെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉലൈക മഅവാഹുമുന്നാർ, അവരുടെ സങ്കേതം നരകമായിരിക്കും. ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിന്റെ ഫലമായി. അവർക്ക് നരകം കിട്ടുമ്പോൾ ഒരു അനീതിയും റബ്ബ് ചെയ്തതായി പരലോകത്ത് അവർക്ക് പറയാൻ സാധ്യമല്ല. അവർ ചെയ്തു കൂട്ടിയതിന്റെ ഫലമായി അവരുടെ നിത്യസങ്കേതമായി ശിക്ഷയുടെ കേന്ദ്രം നരകം അവർക്ക് ലഭ്യമാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായത്തിലെ 7-8 ആയത്തുകൾ നമുക്ക് ജുമഅ കഴിഞ്ഞിട്ട് തന്നെ നമ്മുടെ വിശുദ്ധ ഖുർആന്റെ ട്രാൻസ്ലേഷൻ നമ്മുടെ ഫോണിലുണ്ടെങ്കിൽ നോക്കാവുന്നതേയുള്ളൂ. നമ്മൾ പഠിക്കേണ്ട ആയത്താണിത്. ഈ 4 തകരാറുകൾ എന്നിലും നിങ്ങളിലും ഉണ്ടാകരുത്, നമ്മുടെ മക്കളിലും നമ്മുടെ കുടുംബക്കാരിലും ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ അവരെ അള്ളാഹുവിന്റെ തെളിവുകളിലേക്ക് തിരിച്ചുവിടണം. വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചര്യയുടെ ലോകത്തേക്ക് തിരിച്ചുവിട്ടാൽ ഈ 4 തകരാറുകൾ നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ സമൂഹത്തിൽ നിന്ന് അകറ്റാൻ നമുക്ക് സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടും എന്ന് ഉറപ്പിക്കുന്ന, പരലോകത്തെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന, അള്ളാഹുവിന്റെ തെളിവുകളെ പരിഗണിക്കുന്ന വിശ്വാസിനികളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സഫ് ഒന്ന് നേരെ ഇരിക്കുക. കുറച്ച് ആൾക്കാർ പിന്നിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. എല്ലാ സഫും പൂർണ്ണമായി ഇടയ്ക്ക് ഒഴിവില്ല എന്ന് ഉറപ്പുവരുത്തുക. സഹോദരീ സഹോദരന്മാരെ, നാം ജീവിക്കുന്ന നാടും നാമുമായുള്ള ബന്ധം പരിശുദ്ധ ഇസ്ലാം കൃത്യവും വ്യക്തവുമായി പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന ഓരോ സത്യവിശ്വാസിയും ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജീവിക്കുമ്പോൾ പഠിച്ചിരിക്കേണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണത്. ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ത്യ രാജ്യത്താണ്. ഈ രാജ്യവുമായി നമ്മുടെ ബന്ധം എന്താണ്? ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് ശത്രുക്കളുടെ പീഡനം കൊണ്ട്, ബഹുദൈവ വിശ്വാസികളുടെ പീഡനം കൊണ്ട് തൻ്റെ ആദർശം തുറന്നു പറയാൻ സമ്മതിക്കാതിരിക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നതിനെ മുടക്കം ചെയ്യുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയി പ്രകാരം ഹിജ്റക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ആ ഹിജ്റക്ക് ഒരുങ്ങുമ്പോൾ മക്കയെ നോക്കി റസൂലുള്ള പറയുന്നുണ്ട്, നിന്നെ എനിക്കിഷ്ടമാണ്, ഇവിടുത്തെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് റസൂലുള്ള എത്തുന്നത് മദീനയിലേക്കാണ്. അവിടെ സ്വീകരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്നത്. ആ മദീന സ്വന്തം നാടായി മാറുന്നു. മദീനയിൽ നിന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റെവിടേക്കെങ്കിലും പോയി തിരിച്ചു മദീനയിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് മദീനയുടെ അടയാളങ്ങൾ കാണുമ്പോൾ തൻ്റെ കുതിരയുടെ സ്പീഡ് കൂട്ടും. കാരണം സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ്. ഗൾഫിൽ നിന്നും എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ആ പച്ചപ്പ് കാണുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. ട്രെയിൻ നമ്മുടെ നാട്ടിലെ സ്റ്റോപ്പിലേക്ക് എത്തുന്നു എന്ന് ചിന്തിക്കുമ്പോഴുള്ള സന്തോഷം, ടാക്സിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായി എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷമുണ്ട്. അത് പ്രകൃതിദത്തമാണ്. സ്വന്തം നാടിനോട് ഉള്ള സ്നേഹവും അടുപ്പവും റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട കാര്യമാണ്. അതാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ നാടിനോട് നമുക്ക് സ്നേഹം വേണം. ഈ നാടിൻ്റെ പുരോഗതി നമ്മുടെ കൂടി പുരോഗതിയാണ്. കാരണം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് മഹാനായ കെ.എം. മൗലവി ഉൾപ്പെടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ 4 മണിക്കൂർ പ്രസംഗം. 4 മണിക്കൂർ പ്രസംഗം. അപ്പോൾ ചാറ്റൽ മഴ വന്നപ്പോ, ആളുകൾ ഇങ്ങനെ ഇളകിയപ്പോ അദ്ദേഹം ചോദിച്ചു, ഈ ചാറ്റൽ മഴയെ പേടിക്കുന്ന നിങ്ങളാണോ ബ്രിട്ടീഷുകാരുടെ തോക്കിന് മുമ്പിൽ നിലകൊള്ളുക? നിന്നു അവിടെ. മഴ കൊണ്ട് ആ പ്രസംഗം മുഴുവൻ തീർത്തു. അവിടെ നടത്തിയ പ്രസംഗം ഇസ്ലാമിക പ്രഭാഷണമാണ്.
ഖുർആനിന്റെ പ്രഭാഷണമാണ്, ഹദീസിന്റെ പ്രഭാഷണമാണ്. എന്നിട്ട് മതപരമായി ഒരിക്കലും യോജിക്കാത്ത മറ്റുള്ളവരുമായി നമ്മൾ ചേർന്നു, ഗാന്ധിജിയോട് ചേർന്നു, മറ്റുള്ള അമുസ്ലിങ്ങളോടൊപ്പം ചേർന്നു. അവരുടെ ആശയം സ്വീകരിച്ചല്ല, മറിച്ച് ഇത് നമ്മുടെ നാടാണ്, ഈ നാടിനെ കോളനിയാക്കി വെച്ച് ഇവിടുത്തെ വിഭവങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. അങ്ങനെ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീർഘമായ കാലയളവിന് ശേഷം ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ആ വിഭജനത്തിന്റെ കാരണവും മറ്റും ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരിക്കലും മുസ്ലിങ്ങളുടെ മേൽ മാത്രം വെക്കാൻ പറ്റിയതല്ല ആ വിഭജനത്തിന്റെ ചരിത്രമെന്ന് സുതാര്യമായി പരിശോധിച്ചാൽ ആർക്കും അത് ബോധ്യമാകും. അങ്ങനെ വിഭജനത്തിന് ശേഷവും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട് തന്നെ മതി, ഞങ്ങൾ ജനിച്ച നാട് തന്നെ മതി, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ആ രാജ്യസ്നേഹത്തെ മുഖവിലക്കെടുത്തുകൊണ്ട് നമുക്ക് ഒരു ഭരണഘടന ഉണ്ടായി. ആ ഭരണഘടനയുടെ പ്രത്യേകത, ഇവിടെ ഞാനും നിങ്ങളും കേൾക്കുന്ന മതേതരത്വം ഉണ്ടല്ലോ, അത് സാധാരണയുള്ള മതേതരത്വമല്ല. മൊത്തത്തിൽ മതേതരത്വം എന്ന് പറയുമ്പോൾ യൂറോപ്യൻ മതേതരത്വമാണ് ആളുകളുടെ മനസ്സിൽ വരിക. യൂറോപ്യൻ മതേതരത്വത്തിന്റെ പ്രത്യേകത, അതിന്റെ അടിസ്ഥാനം മതനിരാസമാണ്, മതം തന്നെ വേണ്ട എന്നതാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ നമ്മുടെ നാട്ടുകാരായ വോക്കർ സാഹിബ് ഉൾപ്പെടെ ഒപ്പുവെച്ച ആ ഭരണഘടനയിലുള്ള മതേതരത്വം എന്താണ്? രണ്ട് മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ, രണ്ട് കുടുംബക്കാർ തമ്മിൽ സ്വത്ത് തർക്കമുണ്ടായി, കോടതിയിലെത്തി. കോടതി ഖുർആൻ വെച്ചാണ് വിധിക്കുക, കോടതി ഖുർആൻ വെച്ചാണ് വിധിക്കുക. കാരണം വ്യക്തി നിയമം ഇവിടുത്തെ ഓരോ മതക്കാർക്കും വ്യത്യാസമുണ്ടാകും. ഒരു വിഷയം വന്നു, വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം വന്നു. ഹൈന്ദവരാണെങ്കിൽ അവരുടെ പ്രമാണമെടുക്കും, ക്രൈസ്തവരാണെങ്കിൽ അവരുടെ പ്രമാണമെടുക്കും, മുസ്ലിങ്ങളാണെങ്കിൽ അവരുടെ പ്രമാണമെടുക്കും. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രത്യേകത ഇഷ്ടമുള്ള മതം സ്വീകരിക്കാൻ, അത് ആചരിക്കാൻ, അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം. കണ്ണൂർ ടൗണിൽ പോയി പടച്ചവരെ മാത്രമേ ആരാധിക്കാവൂ, ശ്രീരാമനെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ശ്രീകൃഷ്ണനെ വിളിച്ചു പ്രാർത്ഥിക്കരുത്, യേശുവിനെ ആരാധിക്കരുത്, മുഹമ്മദ് നബി ആരാധിക്കരുത് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, അവിടെ ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ ആ തടസ്സപ്പെടുത്തിയതിനെതിരെ കേസെടുക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയമമുണ്ട്. ഈ സ്വാതന്ത്ര്യം ഗൾഫ് രാഷ്ട്രങ്ങളിലുണ്ടോ? ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമുക്കിഷ്ടമുള്ള ആശയം തുറന്നു പറയാൻ പറ്റുമോ? ചിന്തിക്കുക. അതിന്റെ അർത്ഥം അവിടെ മോശമാണ് എന്നല്ല, മറിച്ച് ഈ രാജ്യം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇവിടെ മതം മാറാനുള്ള സ്വാതന്ത്ര്യം, മതം മാറാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാപരമായുണ്ട്. ഒരാൾ ഇസ്ലാം ആവുകയാണെങ്കിൽ അവർ മുസ്ലിം ആകാൻ ഗവൺമെന്റ് റെക്കഗ്നൈസേഷൻ ഉള്ള സ്ഥാപനമുണ്ട് കേരളത്തിലടക്കം. അതാണ് ഇന്ത്യ. ആ ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമം ഇവിടെ നടക്കുന്നു. ബ്രിട്ടീഷുകാർ ഇവിടുത്തെ വിഭവങ്ങൾ കൊള്ളയടിച്ചെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ വോട്ട് തന്നെ കൊള്ളയടിച്ച് ഇന്ത്യ അല്ലാതാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് നിൽക്കാൻ പറ്റില്ല. മറിച്ച് ആ സ്വാതന്ത്ര്യം നിലനിർത്താൻ ആവശ്യമായ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ന്യായമായ സമരങ്ങൾ രാജ്യത്തിന്റെ അനിവാര്യതയായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും അത് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് നേരെ മാറുകയും ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നിങ്ങളോട് മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളുടെ കിടപ്പാടങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവരുമായി നിങ്ങൾ നീതിപൂർവം സഹകരിക്കുക, അവരോട് നിങ്ങൾ നന്മ ചെയ്യുക. അള്ളാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നു. ഈ സഹകരണം നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ ഒരു റോഡ് വരുമ്പോ അതിന് ശ്രമിക്കുന്നത് മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ മതമില്ലാത്തവനാണോ അല്ല, ആ കാര്യത്തിൽ മുസ്ലിങ്ങൾ മുമ്പിലുണ്ടാകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രവാചകത്വം കിട്ടിയതിന് ശേഷം, എനിക്ക് പ്രവാചകത്വം കിട്ടുന്നതിനു മുമ്പ് ഇവിടുത്തെ മുശ്രിക്കുകളുമായി സഹകരിച്ച പൊതുകാര്യങ്ങളിൽ ഇനിയും ഞാൻ സഹകരിക്കും. അഥവാ രാജ്യത്തിന്റെ പൊതുവിഷയങ്ങൾ, നാടിന്റെ പൊതുവിഷയങ്ങളിൽ മുമ്പിൽ നിൽക്കുക എന്നത് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. ഒരു വലിയ ശബ്ദമുണ്ടായി, ജനങ്ങൾ പേടിച്ചു. എന്താണത്?
ആ ശബ്ദമുണ്ടായ സ്ഥലത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുന്നു. ആരായിരുന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നതാണ് വിഷയം. അപ്പോൾക്ക് റസൂലൊക്കെ അന്വേഷിച്ച് ആൾക്കാരൊക്കെ സമാധാനപ്പെടുത്തി. ഇന്നതാണ് വിഷയം. അങ്ങനെ ദിക്റും ദുആയും ചെയ്യൽ പള്ളിയിൽ ഇരിക്കണം പ്രധാനമാണ്. പക്ഷെ ആ ദിക്റും ദുആയും അതേപോലെ തന്നെ ഇത്തിക്കാഫും ജമാഅത്ത് നിസ്കാരമൊക്കെ കിട്ടുന്ന ഒരു ബോധമുണ്ട്, അവർക്ക് കിട്ടുന്ന ഒരു ഗുണമുണ്ട്. ആ ഗുണം സമൂഹത്തിന്റെ എല്ലാ നന്മകളിലും മുമ്പിൽ. കാരണം ഇവിടെ മറ്റുള്ളവർ നന്മ ചെയ്യുന്നത് ഒരു പക്ഷേ ജനങ്ങളുടെ പ്രീതി കിട്ടാനാകാം. എന്നാൽ മുസ്ലിം നന്മ ചെയ്യുന്നത് ജനങ്ങളുടെ പ്രീതി കിട്ടാനല്ല, റബ്ബിന്റെ പ്രീതി കിട്ടാനാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അത്ര വലിയ ധൈര്യം മുസ്ലിം പടയാളികൾക്കുണ്ടാകാൻ കാരണം. എല്ലാ അത്ഭുതപ്പെട്ടു, എന്താ ഇങ്ങനെ പറയാൻ? ഷഹീദിന്റെ കൂലി കിട്ടും എന്ന ഉറപ്പാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ രാജ്യം നമ്മുടേതാണ്. ഈ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ നിലനിൽക്കൽ ഓരോ മുസ്ലിമും മുസ്ലിമായി ജീവിക്കാനും മുന്നോട്ട് പോകാൻ ഇവിടെയുള്ള മൊത്തം ജനങ്ങൾ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ഇപ്പോഴുള്ള അവസ്ഥ നിലനിൽക്കണം. അത് തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സത്യവിശ്വാസികൾ ബോധവാന്മാരാവുകയും അതിലപ്പുറം എല്ലാ കുതന്ത്രങ്ങളും കളിക്കുന്ന മുഴുവൻ ആളുകളെയും സൃഷ്ടിച്ചത് റബ്ബാണ്. അവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന റബ്ബാണ്. അവരുടെ തന്ത്രങ്ങൾ റബ്ബ് കാണുന്നുണ്ട്. ആ റബ്ബിനോടുള്ള പ്രാർത്ഥനയും ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇസ്ലാമായി ജീവിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു. ചില ആളുകളൊക്കെ പറയും, ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് ഞാൻ ഒരൊറ്റൊന്നും ഒഴിവാക്കിയില്ല, അൽഹംദുലില്ലാഹ്. ചില ആൾക്കാർ ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ കാര്യമായിട്ട് നടക്കുകയാണ്. ഈ ആളെക്കുറിച്ച് നമ്മൾ പറയും ഒരു അവാർഡ് കൊടുക്കേണ്ട വർത്താനാണ്. നിസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ഞാൻ എൻ്റെ വീട്ടിൽ പോവും, പള്ളിക്ക്. നീ വരുന്ന ആ പള്ളി ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കാര്യവും നോക്കി എൻ്റെ ദീനും നോക്കി നടക്കുക എന്ന് പറഞ്ഞപ്പോ നീ ഒരു പള്ളിയിൽ ജമാഅത്ത്, ആ പള്ളി എങ്ങനെ ഉണ്ടായി? നീ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കുന്ന ആ പള്ളി എങ്ങനെ ഉണ്ടായി? ആ പള്ളി കുറച്ച് മനുഷ്യന്മാർ കൂടിയിരുന്നു. ആദ്യം അവിടെ പള്ളി ഉണ്ടായിരുന്നില്ല, ഈ പള്ളി മാത്രം എടുത്തോളൂ, ഇവിടെ കുറെ ആൾക്കാർ ജമാഅത്തിന് വരുന്നുണ്ട്. ഈ പള്ളി ആദ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു വേസ്റ്റ് തള്ളുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഇവിടെ കുറച്ച് മനുഷ്യന്മാർ കൂടിയിരുന്നു. അല്ല, നമ്മുടെ ഈ പോലീസ് മൈതാന്റെ ഈ ഭാഗത്തൊരു പള്ളി വേണ്ടേ? ആ പള്ളി വേണം. സെന്റിന് എത്ര സ്ഥലവും? ഭയങ്കര വില കേട്ടോ. എന്നാ പിന്നെ വേണ്ടെന്ന് അറിയാല്ല, നമ്മൾ പരിശ്രമിച്ച് നോക്കുക. ഇന്ന് കൂടിയിരുന്നു, ഒരു ഹംദും സലാത്തും പറഞ്ഞു, എന്നിട്ട് ആ അജണ്ട പുറത്തു വെച്ചു. അപ്പൊ കുറെ ചർച്ചൊക്കെ ഉണ്ടായി. അവസാനം സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു. സ്ഥലം നോക്കാൻ കുറച്ച് ആൾക്കാർ ഏർപ്പാട് ചെയ്തു, അവിടെ എഴുതി. അവർ പരിശ്രമിച്ചു, എന്നിട്ട് അവിടെ സ്ഥലം ഉണ്ടായത്. അങ്ങനെ അവിടെ പള്ളി വന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ ഒരു പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യത്യസ്ത ആളുകൾ ഞാൻ എൻ്റെ ദീനും നോക്കി നടക്കുക എന്ന് പറഞ്ഞാൽ നടക്കുവോ? മഹാന്മാരായ സ്വഹാബികൾ, 10,000-കണക്കിന് സ്വഹാബികൾ ഉണ്ട്. പക്ഷേ 1000-കണക്കിന് സ്വഹാബികളുടെ ഖബർ മാത്രമേ മക്കയിലും മദീനയിലുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? 1,00,000 ഇരട്ടി കിട്ടും ഹറമില്, 1000 ഇരട്ടി കിട്ടും മദീനയിൽ. അത് ഉപേക്ഷിച്ച് അവർ പോയി. എന്നിട്ട് അവർ കൊടുങ്ങല്ലൂർ വന്നിട്ടാ ഞാനിങ്ങളോട് ജുമാക്ക് എത്തിയത്. അപ്പൊ അവർ വിഡ്ഢിത്താണോ ചെയ്തത്? നമ്മളൊക്കെ ചിലപ്പോൾ ഹറം ഇപ്പൊ പടച്ചോന് ഇവിടെ എവിടെയെങ്കിലും ഒരു വീടുണ്ടെങ്കിൽ ഹറമിൽ ഇങ്ങനെ വരായിരുന്നു നമ്മൾ ചിന്തിക്കും, ഇല്ലേ? ആ അവസ്ഥയിലുള്ളവർ അത് ഉപേക്ഷിച്ചു. എന്നിട്ടോ റസൂലുള്ളയുടെ ആഹ്വാനം കേട്ടു അവർ. ഹാജറുള്ളവർ ഹാജർ ഇല്ലാത്തവർക്ക് എത്തിക്കുക. ഹദീസുകളിൽ കാണാം, അവരുടെ കുതിര, അവരുടെ വാഹനം എങ്ങോട്ടാ തിരിഞ്ഞത് അങ്ങോട്ട് യാത്ര ചെയ്തു. എന്നിട്ട് പലരും കടലിന്റെ അടുത്തെത്തി. അന്നത്തെ പായക്കപ്പലിൽ റോഹിംഗ്യൻ കലാപം കേട്ടപ്പോൾ നമ്മൾ പഠിച്ചു അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായത്. ഇന്ന് സഹാബികൾ പായക്കപ്പലിൽ അവരുടെ ജീവൻ പണയം വെച്ച് അക്കാലഘട്ടത്തിൽ യാത്ര ചെയ്തുകൊണ്ടാ അങ്ങനെ ആ കൊടുങ്ങല്ലൂർ ആളെത്തിയത്. അങ്ങനെ ആ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് സഹാബികൾ എത്തിയത് ദീനുമായി. അപ്പൊ നമുക്ക് ദീന് കിട്ടി. ഇനി നമ്മൾ പറയാം കെട്ടിപ്പൊട്ടി ആർക്കും കൊടുക്കൂല, ഞാൻ എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പുമായി നടക്കാൻ. ഇതെന്തൊരു അനീതിയാ സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ കിട്ടിയ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നു, യാ ബുനയ്യ അഖിമിസ് സ്വലാഹ് വഅ്മുർ ബിൽ മഅറൂഫ് വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. എൻ്റെ പ്രിയപ്പെട്ട മകനെ, നീ നമസ്കാരം നിലനിർത്തണം. നമ്മൾ പറഞ്ഞ നിസ്കാരം. വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ, നീ നല്ലത് കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം. വസ്ബിർ അലാ മാ അസാബക്, നിനക്ക് ബാധിച്ചതിൽ നീ ക്ഷമ കൈക്കൊള്ളണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ നിസ്കാരം പോലെ പ്രധാനമാണ് നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ഈ ലോകത്തുള്ള ഏറ്റവും വലിയ നന്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ഈ നന്മ എത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും ബാധ്യത ഉണ്ട്. ഒരാളെയും നിർബന്ധിച്ച് മതം മാറ്റണ്ട.
പക്ഷേ നമ്മുടെ കടയിലും നമ്മുടെ ഓഫീസിലും നമ്മളുടെ അയൽവാസികളും നമ്മുടെ നാട്ടുകാരുമായ മുഴുവൻ ഇസ്ലാം അല്ലാത്തവർക്കും ഇസ്ലാമാകുന്ന ഒരു സത്യം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കൽ, വിശുദ്ധ ഖുർആൻ അവർക്ക് പരിചയപ്പെടുത്തൽ, റസൂലുള്ളയെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാമിന്റെ ഉള്ളിൽ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ടുപോയ ആളുകളെ പരിഹസിക്കുന്നതിന് പകരം, അവരെ ചീത്ത പറയുന്നതിന് പകരം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ട ബാധ്യത എനിക്കും നിങ്ങൾക്കുമുണ്ട്. അഥവാ ദഅവത്ത് എന്ന ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ ഒന്ന് കൂടിയിരിക്കുക, ആ നന്മ പ്രചരിപ്പിക്കാൻ. ഇവിടെ വേശ്യകൾക്ക് സംഘടനയുണ്ട്, ഇവിടെ സ്വവർഗക്കാർക്ക് സംഘടനയുണ്ട്, ഇവിടെ ലോട്ടറിക്കാർക്ക് സംഘടനയുണ്ട്. ഇവിടെ ആർക്കാ സംഘടന അല്ലാത്തത്? എന്നാൽ ഇവിടെ നന്മക്ക് ഈ ഭരണഘടന അനുസരിച്ച് സംഘടന വേണം, നമുക്ക് കൂട്ടായ്മ വേണം. 4 ആളുള്ളിടത്ത് 10 ആളുകളിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്തി നമ്മളും ആ നന്മയുടെ കൂട്ടായ്മയിലേക്ക്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ, ഈമാനുള്ളവരെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ സത്യവാന്മാരോടൊപ്പമായിരിക്കുക. ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഞങ്ങൾക്ക് സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ, മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു അഹ്ലുസുന്നത്തിന്റെ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരോട്. അവർ പറഞ്ഞു, ഇന്ത്യയെ പോലെ രാജ്യത്തെ സിറ്റുവേഷൻ കേട്ടപ്പോ നിങ്ങൾ അതിൽ പോയി ചേരൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. കാരണം നമ്മുടെ സംരക്ഷണം, നമ്മുടെ ഇസ്ലാമിന്റെ സംരക്ഷണമാണ് സത്യവാന്മാരോടൊപ്പം ചേരുക എന്നത്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ പ്രദേശത്ത് ഈ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്ന് കൂടിയിരുന്ന് നമുക്ക് ഈ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം, എന്താ ഇപ്പൊ നമ്മുടെ കല്യാണത്തിന്റെ അവസ്ഥ, ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ എന്താ ചെയ്യുക, നമ്മുടെ കുട്ടികളുടെ അവസ്ഥ എന്താണ്, ഇതൊന്ന് മാറിക്കിട്ടാൻ എന്താ ചെയ്യുക? അവിടെ ഖുർആനിന്റെ ഹദീസിന്റെ ക്ലാസ് നടക്കണം, അവിടെ പള്ളികൾ ഉയർന്നു വരണം, അവിടെ ദീനിയായ തർബിയത്ത് നടക്കണം. അതിന് നമ്മൾ നേതൃത്വം കൊടുക്കണം. നമ്മുടെ മതപരമായ ബാധ്യതയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ദഅവത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടണം എന്ന ചിന്തയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇഹലോകത്തിൽ വഞ്ചിതരായി പോകുന്നതിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഹലോക ജീവിതത്തിൽ സമാധാനമടയുന്നവരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നൽകിയ ദൃഷ്ടാന്തം